താങ്ക് യു വന്നതിന് താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. Rajinikanth sir padam paathitte enna sonnanga, means he came for the premiere, which is a rare, very rare incident. So enna sonnanga padam paathitte? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy. We're working with her and we're so proud of how she's done. I'll come to your question. I didn't forget that. And also, Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So, to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing, so when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. நீங்கள்லாம் நல்லா எழுதுனீங்கன்னா பிஸி ஆவேன். ஸோ ரைட் வெல், ஐல் பி பிஸி. ஸோ எஸ், என்ன எதுவும் பண்ணல இப்போதைக்கு. இதுதான் டூரிஸ்ட் ஃபேமிலி வந்து ரொம்ப ஸ்பார்க் மாதிரி இருந்தது அந்த ஸ்டார்டிங் ஆஸ் அன் ஆக்டர். பட் இது வந்து ஃபுல் மேட்ச் பண்ணிட்டேன். ஸோ அதுக்கப்புறம் என்ன மீன்ஸ் ஆக்டரா எப்படி ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு? ஆக்டரா ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. எல்லா எக்ஸ்பிரஷன்ஸ், எமோஷன்ஸ் எல்லாமே பண்ணியாச்சு. டான்ஸ் எல்லாமே பண்ணியாச்சு. ஃபைட் பண்ணியாச்சு. இன்னும் சிங்கிங் மட்டும்தான் பெண்டிங், അതും பண்ணிடுறேன். എസ്, എല്ലാം ഫുൾഫിൽമെന്റ് ആയിடுச்சு. അതെ, എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമിൽ നമുക്കൊരു ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തൊരു നായകൻ്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് എനിക്കും കുറച്ച് കണക്ഷൻ വന്നായിരുന്നു ആ ക്യാരക്ടർ എടുത്ത്. യെസ്, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെൻ്റ്ലി ആണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണത് ഞാനത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്.